ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ നീന്തൽ വിദഗ്ധരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഇപ്പോഴും മണിപ്പെട്ട് ഇവിടെ ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് മേയർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ വിഭാഗമുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ വലിയ വിഭാഗമുണ്ട്. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെയും മറുവശത്തും ഈ സമാന സാഹചര്യമാണുള്ളത്. അകത്തേക്ക് പോകുമ്പോൾ ഈ സ്വാഭാവിക വീതി, ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന വീതിയല്ല അകത്തേക്ക് പോകുമ്പോഴുള്ളത്. അതൊരു തുരങ്കപാതയാണ്. അവിടേക്ക് ഒരാൾക്ക് മാത്രം അകത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു തുരങ്കപാതയാണ് എന്നാണ് ഈ റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അകത്തേക്ക് വരുമ്പോൾ മാലിന്യം കൂമ്പാരമായി കിടക്കുകയാണെങ്കിൽ അകത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു, വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒഴുക്കിൽപ്പെട്ട് അകത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. എന്തായാലും നിലവിൽ രണ്ട് സൈഡും കേന്ദ്രീകരിച്ച് മറുവശവും ഇപ്പുറത്തെ വശവും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഇപ്പോഴും പരിശോധന പുരോഗമനം. പക്ഷേ ഇതിന്റെ ഈ വലിയ പാലത്തിന്റെ അടിയിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഡൈവിംഗ് ടീമിന് ഇതിന് അടിയിലേക്ക് പോകാൻ ഒരു പാലം പറയുമ്പോൾ ഈ പാലം ഈ മുങ്ങിയെന്ന് പറയുമ്പോൾ ആ പാലത്തിന്റെ സാധ്യതയുണ്ട്, ഉറപ്പില്ല. പക്ഷേ അവിടെ ഇയാൾ പോയെന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു. പക്ഷേ അവിടെയൊക്കെ മാലിന്യങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലോട്ടുണ്ടോ നല്ല കൈക്കട്ടിരിക്കും. അവിടെ ഒഴുകി പോകാനുള്ള നെറ്റ് വെച്ച് തടഞ്ഞിട്ടുണ്ടോ? ഇവർ നെറ്റ് പക്ഷേ അടിയിൽ മൊത്തം വേസ്റ്റാണ്. അടിയിൽ മൊത്തം വേസ്റ്റാണ്. അടിയിൽ നല്ല വേസ്റ്റാണ്, നല്ല കട്ടിക്ക് വേസ്റ്റാണ്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നോക്കിയിട്ട് കുറച്ച് വേസ്റ്റ് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കരയിലൊരു സാധ്യത കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പുറത്തോട്ട് വന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഇവിടെ നോക്കിയിട്ട് പഴയ പോലെ തന്നെ അവിടേക്ക് പോകും. ഒഴുകി പോകാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നല്ലേ? ഒഴുകി പോകാൻ സാധ്യതയില്ല. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുങ്ങൽ വിദഗ്ധൻ്റെ സംസാരമാണ് കേട്ടത്. അത് അദ്ദേഹം പറയുന്നത് ചെളിയാണ്, ശക്തമായ ചെളിയാണ്. ചെളി കാരണം ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുകയാണ്. പക്ഷേ ഇപ്പോഴും അത് പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെ അടക്കം കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ വേണ്ടിവരും. കാരണം അത്രത്തോളം മാലിന്യങ്ങൾ നീക്കേണ്ട പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഉപരിതലത്തിൽ മുകളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ മാത്രമാണ് നീക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഈ ജീവനോടുകൂടി ഈ തൊഴിലാളിയെ രക്ഷിക്കുക എന്ന ഒരു ശ്രമത്തിന് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷയ്ക്ക് കാര്യമായ മങ്ങലേറ്റിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്ര അധികം മണിക്കൂറുകൾ കഴിഞ്ഞു, 2-2.5 മണിക്കൂർ ആകുന്നു ഈ അപകടം നടന്നിട്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് ഒരു പ്രശ്നപരിഹാരത്തിൽ ജീവനോട് രക്ഷിക്കാനുള്ള സമയം കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും പ്രതീക്ഷയോടുകൂടി തുടരുകയാണ്. MG മിഥുനുണ്ട്. മിഥുൻ, തുടരാം. രഞ്ജിത്ത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ, അതായത് ഈ മേൽപ്പാലത്തിന് അകത്തൂടെ മാൻഹോളുകളുണ്ട്. അതായത് ഈ റെയിൽവേ ട്രാക്കിന് ഇടയിലൊക്കെ ഓരോ മാൻഹോളുകളുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ആ മാൻഹോളിലൂടെ ഇറങ്ങി ആ തുരങ്കത്തിലേക്ക് എത്തിയതിനു ശേഷം അവിടുത്തെയുള്ള ആളെ കണ്ടെത്താനാകുമോ? ഒപ്പം തന്നെ ആ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ശക്തമായി ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാലിന്യം കുമ്പാരമായി കിടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടേക്കുള്ള പരിശോധനകൾ കൂടി നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് സംഘത്തിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രാക്കിനിടയിൽ, അതായത് ഈ ട്രാക്കിൽ ഇപ്പോൾ ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് അവിടെ ദുഷ്കരമാണ്. കാരണം ട്രെയിനുകളൊക്കെ വന്നു പോകുന്ന സെൻട്രൽ സ്റ്റേഷൻ കൂടി ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ തീവണ്ടി റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപമാണ് ഈ അപകടം. അതിന് സമീപത്തോടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെയൊക്കെ പാർക്കിംഗ്
സ്ഥലത്തിൻ്റെയൊക്കെ അടുത്തുകൂടിയാണ് ഈ തോട് ഒഴുകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അത് രക്ഷാപ്രവർത്തനം എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷാ നിർഭരമായ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുന്നു, അവർ നേതൃത്വം നൽകുന്നു. ശ്രമകരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, അത്രയധികം മാലിന്യങ്ങൾ, നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും അതങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്നുള്ളത് മനസ്സിലാക്കണം. ദീർഘകാലമായി നഗരത്തിൻ്റെ ശാപമായി ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ശുചീകരണത്തിനായി ചിലവാക്കി, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളടക്കം ചിലവാക്കിയിട്ടും ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു പൂർത്തീകരണം ഒരു കാരണവശാലും സംഭവിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ അനവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലാണ് ഇത്ര വലിയ ഒരു അപകടമുണ്ടായത് എന്നുള്ളതാണ്. അവിടെ കൂടുതൽ വലിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം റെയിൽവേ സ്റ്റേഷനുള്ളിലെ ചില ഓടകളുണ്ട്, അവിടെ ചില വെള്ളക്കെട്ടുകളുണ്ട്. ഒഴുകിയ ഒരുപക്ഷെ അങ്ങോട്ടേക്കൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട്. 3 മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. ടൺ കണക്കിന് മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആമയിഴഞ്ചാൻ തോട്. സജ്ജമാക്കിയിരിക്കുന്ന ഈ ഓക്സിജൻ ഡാൻ പറഞ്ഞോളൂ. മിഥുൻ, എന്താണ് സംഭവിക്കുന്നത്? മിഥുൻ, കേൾക്കാമോ? കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ രഞ്ജിത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഈ റെയിൽവേ ട്രാക്കിലെല്ലാം തന്നെ തീർച്ചയായും ഈ മാൻഹോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് രഞ്ജിത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഇവിടെ ട്രെയിൻ ട്രാക്കുകളിൽ നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പല രീതിയിൽ ഇവിടെ നിന്ന് രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം മാൻഹോളുകൾ ഇതിന് ഇടയിലാണ്, ഈ ട്രാക്കുകൾക്കിടയിലാണ് മാൻഹോളുകളുള്ളത്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക. കാരണം അതിലേക്കൂടെ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള മാൻഹോളുകളാണ്. അതിലൂടെ ഇറങ്ങിയ ആ ഒരു തുരങ്കത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന ഫയർഫോഴ്സിനുമൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ആ മേഖലയിലേക്കാണ് രഞ്ജിത്ത് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു പരിശോധന സംഘം കൃത്യമായി പറയുന്നുണ്ട്. കാരണം അകത്തേക്ക് തുരങ്ക തരത്തിലാണ് ആ പാതയുള്ളത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ വലിയ രീതിയിൽ ചെളിയുണ്ട്, മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറത്തു നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളുകൾ വഴി, ഈ ട്രാക്കുകൾക്കിടയിലുള്ള മാൻഹോളുകൾ വഴി ആ രീതിയിലുള്ള പരിശോധന നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മാൻഹോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളുണ്ട്. അടിയൊഴുക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടിയൊഴുക്കുണ്ട് എങ്കിൽ ഈ മാൻഹോളുകളിലേക്ക്, റെയിൽവേ ട്രാക്കിനകത്തുള്ള മാൻഹോളുകളിലേക്ക്, റെയിൽവേ ട്രാക്കിനുള്ളിലെ മാൻഹോളുകളിലേക്ക് ഈ ശരീരം ഒഴുകിയെത്താനുള്ള പശ്ചാത്തലവും സാഹചര്യവും ഒക്കെയുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പരിശോധനകൾ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ കഠിനമായ പരിശ്രമത്തിലാണ്, ഒരുപാട് ശ്രമങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. ഈ മാൻഹോളുകളിലൂടെ എത്താൻ, ഇന്ന് മാൻഹോളുകളിൽ ഒഴുകിയെത്താനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അവർ നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ശുചീകരണ തൊഴിലാളികളിൽ ഒരാളാണ് അപകടത്തിൽപ്പെട്ടത്. മാൻഹോളുകളൊക്കെ നമുക്ക് ചില ദൃശ്യങ്ങളിലൊക്കെ മാൻഹോളുകളുടെയൊക്കെ കാണാം. അവിടെ എവിടെയെങ്കിലും മൃതദേഹം കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരുപാട് വെള്ളക്കെട്ടുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷനും പരിസരവും. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഗർത്തങ്ങളുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഒഴുകിയെത്താനുള്ള സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ, അത്തരത്തിലൊരു അപകടമുണ്ടായാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെന്നപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിരവധിയായ തലങ്ങളിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മാരായമുട്ടം സ്വദേശിയാണ് കാണാതായത്. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് 3 മണിക്കൂർ, 50ഓളം രക്ഷാപ്രവർത്തകർ 3 മണിക്കൂറായി ശ്രമകരമായ ഈ ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം കൂടിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ടൺ കണക്കിനുള്ള മാലിന്യമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഭരണാധികാരികൾ മാറി വന്നിട്ടും, തുടർച്ചയായി ഭരണം ഇവിടെ ഉണ്ടായിട്ടും, ഈ ആമയിഴഞ്ചാൻ തോട് എന്ന നഗരത്തിലെ ഈ മാലിന്യ കൂമ്പാരത്തെ, അതിൻ്റെ
പൂർവ്വസ്ഥതയിലെത്തിക്കാനുള്ള, അതിനെ ഒന്ന് ശുചീകരിക്കാനുള്ള ഒരു ശ്രമങ്ങളും ഒരു ദൗത്യങ്ങളും ഇത്തരത്തിൽ പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും നിസ്സഹായമായ ഒരു കാര്യം. ഓടകളുടെ ഈ മാൻഹോളുകളുടെയൊക്കെ സ്ലാബുകൾ നീക്കിയുള്ള പരിശോധന കൂടി പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും സജീവമായി നടത്തുന്നു. ദുഷ്കരമായ ദൗത്യമാണ്, വളരെയധികം ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അത് അത്തരത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകരടക്കം ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് ശ്രമകരമായി തന്നെ അവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. റെയിൽവേ സ്റ്റേഷനുള്ളിലെ ഓടകളിലും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഓടകൾക്കൊക്കെ സ്ലാബിട്ട് മൂടിയ ഓടകൾ കൂടിയുണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയൊക്കെ മാലിന്യ കൂമ്പാരങ്ങൾ കൂടിയാണ് ഈ ഓടകളെല്ലാം എന്നുകൂടി മനസ്സിലാക്കണം. അതൊക്കെ ശുചീകരിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുക ഉള്ളതാണ്. ഈ പാളത്തിൻ്റെ അടിയിലും മറ്റും ഇത്തരം തോടുകളുണ്ട്. ഈ തോടുകളിലും ഒക്കെ ഓടകൾ നീക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഈ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് നീ ക്ലബ്ബിൽ മറ്റേ ഇലക്ഷൻ ഉച്ചയ്ക്ക് വൈകിട്ട് തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതികഠിനമായ ശ്രമമാണ്. ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു തോട്, അത് വെല്ലുവിളിയാകുന്ന പശ്ചാത്തലം. മാലിന്യം നീക്കിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മാലിന്യ കൂനയായി മാറിയ തോട്ടിലാണ് ഈ സാഹസികമായ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്. തലസ്ഥാന നഗരത്തിലാണ് അത്യപൂർവമായ ഈ രക്ഷാ ദൗത്യം ഇപ്പോൾ നടക്കുന്നത്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള അതികഠിനമായ ശ്രമമാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നിരവധിയായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ട്. അവരത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നിർക്കുകയാണ്. മിഥുനുണ്ട്. മിഥുൻ, ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ട പശ്ചാത്തലമുണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണോ പുരോഗമിക്കുന്നത്? കാണാതായ ആളിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകം അതെ ഇറങ്ങി ഇതിന്റെ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യണം. നമുക്ക് ആകെ കച്ചിത്തുരുമ്പെന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് ആ ഓടയിൽ നിന്ന് നേരിട്ട് വരുന്ന കുറച്ച് വേസ്റ്റുകളൊക്കെ അടിഞ്ഞു നിന്നിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് മാറ്റി കഴിയുമ്പോൾ ആളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. പരിശോധന നടത്തിയിരുന്നല്ലോ, അവിടെ പരിശോധന സാധ്യമാകാത്ത സാഹചര്യത്തിലായിരുന്നു. അതെ 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 അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും വേസ്റ്റ് നല്ല തിക്കായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് ഈ സിലിണ്ടറും വെച്ച് ധരിച്ചും കൊണ്ട് ഒരാളിന് സ്കൂബ ടീമിന് എത്താൻ പറ്റൂല. നമ്മൾ ഏകദേശം ഒരു 30 മീറ്ററോളം വന്നിട്ടുണ്ട്. ഇനി അതിന് മുന്നോട്ട് വരണമെങ്കിൽ ഈ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൂടെയാണ് കടന്നു വരാൻ. അതിലുള്ള വേസ്റ്റ് മാറിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സെർച്ചിങ് നടക്കുകയുള്ളൂ. ഈ വേസ്റ്റ് പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ഇദ്ദേഹത്തെ പുറത്തേക്ക് കഴിയൂ, അടുത്തെങ്കിലും എത്താൻ കഴിയൂ ആളുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരു മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് അതൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആകെ ഒരു പ്രതീക്ഷ ഈ ആദ്യത്തെ ഈ ഒരു ഗ്യാപ്പാണ്, അതിലേക്ക് വേണ്ടിയാണ്.
തീർച്ചയായും അത് തന്നെയാണ് രഞ്ജിത്ത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആകെ ഉള്ള ഒരു ഹോപ്പ് ഇത് മാത്രമാണ്. ഈ ഒരു മാൻഹോളിലൂടെ, അതായത് ഈ ഇവിടെ നിന്നാണ് ഈ വേസ്റ്റുകൾ നേരത്തെയൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ ഇവിടെ നിന്നാണ് ഇത് കോരി മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടേക്ക് ഒരു പക്ഷേ എത്തുകയാണ് എങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ പരിശോധനാ സംഘമുള്ളത്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉള്ളത്. ഒപ്പം തന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീമുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തുരങ്കപാത പോലെയാണ് അകത്തേക്കുള്ളത്. പുറത്തുനിന്ന് കാണുന്നത് പോലെ തന്നെ അത്രയും വീതി അകത്തേക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാലിന്യവും ഒപ്പം തന്നെ ചെളിയും കൂടി അടിഞ്ഞതോടുകൂടി തന്നെ ഇവർക്ക് ഈ സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവരും കുടുങ്ങി പോകാനുള്ള അടക്കമുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ ഒരു മാലിന്യം ആ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ വലിയ മഴയായിരുന്നു അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നും ഇതുപോലെ മാലിന്യം കുന്നുകൂടി ഒഴുകിയെത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതുവഴിയാണ് ഒഴുകി പോവുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി ഇപ്പോൾ ഈ ഒരു പരിശോധന സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം ഈ ഒരു തുരങ്കത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് ഇവർ നിഗമനം. കാരണം അതല്ല എങ്കിൽ നേരത്തെ തന്നെ പുറത്തേക്ക് കാണാമായിരുന്നു. കാരണം ഈ ഒരു വീതിയിൽ നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു വീതിയിൽ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആള് കുടുങ്ങി കിടപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ തന്നെ ഇപ്പോൾ ആ സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തി ഇവിടെ നിന്ന് പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവർ അകത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ആണ് ഷവർ വലിയ തോതിൽ അടിഞ്ഞു കൂടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടേക്ക് എത്തി ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്താണ് വാട്ടർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ നിന്ന് ആളെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ഒരു ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും റെസ്ക്യൂ ടീമിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അത് ചില ഒരു പ്രാഥമിക അനുമാനം മാത്രമാണ്. കാരണം ഒരുപക്ഷെ അകത്തേക്ക് എവിടെയെങ്കിലുമാണ് ഇദ്ദേഹം കുടുങ്ങി കിടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അകത്തേക്ക് കയറാതെ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടത് പ്രധാനമായും ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് വലിയ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു സാധ്യതയുള്ള ഒപ്പം തന്നെ ഏകദേശം 25 മീറ്ററോളം നമുക്കറിയാം അദ്ദേഹം വീണ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഏകദേശം 25-30 മീറ്ററുകൾ ഇപ്പുറത്തോട്ടാണ് ഈ ഒരു മാൻഹോൾ ഉള്ളത്. അതിനകത്തേക്ക് അതായത് കയറി ആദ്യത്തെ 10 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാഭാവികമായി നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു വീതി അത് കുറയും. പിന്നീടുള്ളത് തുരങ്കപാതയാണ്. തുരങ്ക രീതിയിലാണ് അകത്തേക്ക് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അതുവഴി ഏകദേശം 25 മുതൽ 30 മീറ്റർ വരെ ദൂരം ഇവിടേക്കുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു മാൻഹോളിൽ നിന്ന് ആളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും സ്കൂബ ഡൈവിംഗ് ടീം എത്തി ഇവിടുത്തെ അതിന്റെ കാര്യങ്ങൾ അവർ പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊപ്പം. എന്തായാലും നിരവധി ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറിനോട് അടുക്കുന്നു ഇദ്ദേഹം ഈ ഒരു ഇതിനകത്ത് അകപ്പെട്ടിട്ട് അതിനുവേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടും ഏകദേശം 3 മണിക്കൂറിനോട് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഈ മാൻഹോൾ വഴി അകത്തേക്ക് പ്രവേശിക്കാം. അതും ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മാൻഹോളാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം റിസ്കി ഫാക്ടറാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് വെള്ളത്തിന് സുഖമായി ഒഴുകി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ സംഘം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ രണ്ട് വശത്തും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മാലിന്യങ്ങൾ ഇനിയും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവിടെ ആ മാലിന്യങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇനിയും പുറത്തുനിന്ന് ഒഴുകി വരുന്ന മാലിന്യങ്ങളെ അവിടെ തടഞ്ഞുകൊണ്ട് അത് അവിടെ തന്നെ നീക്കം ചെയ്തുകൊണ്ട് അകത്തേക്ക് ഈ മാലിന്യങ്ങൾ എത്താത്ത രീതിയിൽ ഇപ്പോൾ നിലവിൽ ഈ തുരങ്കത്തിനകത്തും ഒക്കെയുള്ള ആ മാലിന്യങ്ങൾ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് രഞ്ജിത്ത് നമ്മൾ കാണുന്നത്. ഈ മാൻഹോളുകൾ കേന്ദ്രീകരിച്ച് ഈ റെയിൽവേ സ്റ്റേഷനുള്ളിലെ മാൻഹോളുകളിലും ഈ വെള്ളത്തിൻ്റെ ഈ അമഴിഞ്ഞു നോട്ടുന്നുള്ള വെള്ളമടക്കം ഒലിച്ചെത്തും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം മാൻഹോളുകളിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ മുങ്ങൽ വിദഗ്ധരും അവിടുത്തെ മറ്റു തൊഴിലാളികളും എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. മുങ്ങൽ വിദഗ്ധർ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ കൂടി നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടെത്തലിനായി ഒരു പ്രതീക്ഷാ നിർഭരമായ ചില ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്ന കാഴ്ചകൾ കൂടിയാണ്
കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലൊരു ജീവൻ അത്തരത്തിൽ രക്ഷിച്ചെടുക്കുക എന്നുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഫയർഫോഴ്സിൻ്റെ, സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ, ഒപ്പം തൊഴിലാളികളുടെ ഒക്കെ ഭാഗത്തു നിന്ന്, നഗരസഭാ ജീവനക്കാരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. റെയിൽവേയുടെ വലിയ ഒരു സംഘവും, ദൗത്യ സംഘവും, ഏതായാലും ഇതടക്കം 50ഓളം ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നാണ് MG മിഥുനും ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്.